ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നീതൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ പോകുന്നത് വയൽ കാണാനാണ്. വയലും തോടും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ നല്ല അന്തരീക്ഷമാണെന്ന് തോന്നി, അങ്ങനെ പോകാമെന്ന് വെച്ചു. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. നമ്മുടെ അടുത്ത് മാമ്പുഴ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനടുത്ത് നല്ല വയലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോകാനായിരുന്നു നമ്മൾ പ്ലാന്. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലായത്. അവിടെ നല്ല നേരത്തെ കണക്കൊന്നും അല്ല, മഴയൊക്കെ പെയ്തേക്കും സൈഡൊക്കെ നല്ല കാടായി പോച്ചയൊക്കെ കയറിയിട്ട് നമുക്ക് വയലിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ അപ്പോൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ കാട് സൈഡിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വയലിലോട്ട് ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് പിന്നെ അവിടെ അടുത്തൊരു ചെറിയൊരു തോടുണ്ടായിരുന്നു. ആ തോട്ടിൻ്റെ അടുത്തോട്ടൊക്കെ ഒന്ന് പോയി. അപ്പോൾ അവിടേക്ക് കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ എടുത്തു. നല്ല ഒഴുക്കുണ്ടായിരുന്നു. മഴയൊക്കെ ആയത് കാരണം നല്ല വെള്ളവും ഉണ്ടായിരുന്നു. വെള്ളം കയറി കിടന്നതുകൊണ്ട് നമ്മൾ തോട്ടിലോട്ടൊന്നും ഇറങ്ങിയില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കണ്ടപ്പോൾ ചാടി ഇറങ്ങി കുളിക്കാനും കളിക്കാനും ഒക്കെ തോന്നി. വെള്ളം കാണുമ്പോൾ പണ്ടേ ഒരു എന്താ പറയുന്നില്ല, കൊച്ചു പിള്ളേരുടെ പോലെ ഒരു ആകാംക്ഷയാണല്ലോ വെള്ളത്തിനകത്തിട്ട് ഇറങ്ങാനൊക്കെ. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് നമുക്ക് താഴെ വേറൊരു വയലുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം റോഡിൻ്റെ സൈഡിൽ ഒരു അമ്പലമൊക്കെ കണ്ടു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇത് അമ്പലമാണെന്ന് അറിയത്തില്ല. ഫൈനലി നമ്മൾ ആ വയലിലെത്തി. വയലിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ അങ്ങോട്ട് നോക്കുന്ന ഫുള്ള് വയലാണ്. അപ്പോൾ അവിടെ ആ സെൻറ്ററിൽ കാണുന്നത് ഒരു കൊച്ചൊരു അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ വയലിലോട്ട് വരുന്നത്. അപ്പം ഹസ്ബൻഡ് നേരത്തെയൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു വയലുണ്ട്, ഏതായാലും വയൽ കാണാൻ ഇറങ്ങിയതല്ല, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫൈനലി ആ വയലിലെത്തി. സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വൈബായിരുന്നു, നല്ല അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. നാല് ചുറ്റും പച്ച പാടം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ചില ഇതിലൊക്കെ പറയാറുണ്ട്, ചില ടെക്സ്റ്റിനകത്തൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പച്ച വിരിച്ച പുതപ്പ് എന്ന് പറയുന്നതുപോലെ. അതാ ഒരു ചേട്ടൻ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ കണ്ടത് കുറച്ച് ആൾക്കാർ അവിടെ നീന്തി വിശ്രമിക്കുന്നുണ്ട് അവർ. അപ്പം അവരടുത്തോട്ട് ഞാൻ പയ്യെ ഒന്ന് പോയി. അപ്പോൾ അതിനകത്ത് ചില ആളുകളൊക്കെ എന്നെ കണ്ടപ്പം പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അവരുടെ അടുത്ത് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ അതോ അങ്ങ് നോക്കിയപ്പോൾ കാണാൻ ഒരു പൂവാലിയും അതിൻ്റെ കിടാവ് നിന്ന് മേയുന്നുണ്ട്. എന്താ ഒരു പച്ചപ്പ്! ഇതേപോലെ നല്ല പച്ച വിരിച്ച പാടമൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി ഗൈസ്. അപ്പോഴാണ് ആ ചേട്ടൻ നിന്ന് മീൻ പിടിക്കുന്നിടത്തോട്ട് അധികം ആ ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞുകൊണ്ട് അടുത്ത് കുളമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ അതിനകത്ത് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അവിടെ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല, അതിനകത്തൊക്കെ നിറയെ അട്ടകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോവരുതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആ ചേട്ടൻ നിന്ന് മീൻ പിടിക്കുന്നതൊക്കെ കണ്ടു. മൊബൈലിന് വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. നല്ല മീനുകളുണ്ടായിരുന്നു, വലിയ മീനുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മൊബൈലിന് വലിയ ക്ലാരിറ്റി ഇല്ലാത്ത കാരണം മീനെ ഒന്നും സൂം ചെയ്തിട്ടും കാണാൻ പറ്റിയില്ല. പക്ഷേ നല്ല മീനുകളുണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. കുഞ്ഞു മീനുകളും വലിയ മീനുകളും ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് കാരണം ആ മീനുകളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ആ ചൂണ്ടയിടുന്ന ചേട്ടനും കൂടി ഞങ്ങൾ നിൽക്കുന്നത് ഒരു ഡിസ്റ്റർബ് പോലെ തോന്നി. കാരണം ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതും എൻ്റെ കൂടെ കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ബഹളമൊക്കെ കാരണം അവൻ്റെ ബഹളമൊക്കെ കാരണം മീനുകൾ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം ഞാനിപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി നിന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കി. നല്ല എന്താ പറയുന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ചേട്ടൻ്റെ ഒക്കെ പിടിച്ച മീനുകളെയൊക്കെ കണ്ടു. കുറച്ച് മീനുകളുണ്ടായിരുന്നു, പേരൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. എന്തൊക്കെയോ മീനുകളുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് നോക്കി. ഒരു മീൻ ചത്തുപോയി തോന്നുന്നു, ബാക്കി 2-3 മീനുകളൊക്കെ കിടപ്പുണ്ട്. അവറ്റകൾ അവിടെ കിടന്ന് നൃത്തം ചവിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ തോന്നി. അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ചപ്പോൾ റോഡ് സൈഡിൽ 3-4 പേര് നമ്മളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അവരുടെ അടുത്തും ബൈ പറഞ്ഞു. നമ്മൾ പിന്നെ അവിടുന്ന് വയലിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചപ്പോഴാണ് അവിടെ റോഡ് സൈഡിൽ ഒരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. ആ ചേട്ടൻ ഇങ്ങനെ എന്തുവാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.